എൻ്റെ നല്ലവരായ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത 21 ദിവസം കുറേയേറെ നക്ഷത്രജാതകർക്ക് ഏറെ നിർണായകമായ ഒരു സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത പല കാര്യങ്ങളും നേടിയെടുക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് ഈ 21 ദിവസം. അത് നിങ്ങൾക്ക് വളരെ മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഈ വീഡിയോയിലൂടെ ഒന്ന് വിശദീകരിച്ച് പറയാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളൊരു കാര്യം നിങ്ങളെ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് പറയാം ഭാഗ്യശാലികളായ ഭരണി നക്ഷത്രജാതകരെക്കുറിച്ച്. അടുത്ത 21 ദിവസവും ഇവർക്ക് ഏറെ നിർണായകമായ സമയമാണ്. സകല ദോഷങ്ങളും അവസാനിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൂടുതൽ പ്രാർത്ഥനയും ശ്രദ്ധയും ഓരോ കാര്യങ്ങളിലും പുലർത്താനായിട്ട് കൂടി ഭരണി നക്ഷത്രജാതകർ ഒന്ന് ശ്രദ്ധിക്കണം. വിശ്വാസവഞ്ചനകൾ മൂലം ജീവിതം തന്നെ മാറിമറിഞ്ഞു പോയ ഇവർക്ക് തിരിച്ചുവരവിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ മികവ് തെളിയിക്കുകയും സദാ ജാഗരൂകരാക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ്. മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരുമൊക്കെയായിട്ടുള്ള ബന്ധങ്ങൾ ഊഷ്മളമായിട്ട് നിലനിർത്താനും ഇവർ ശ്രദ്ധിക്കണം. പുതിയ ഗൃഹനിർമ്മാണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം തന്നെ അടുത്ത 21 ദിവസങ്ങളിൽ ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. വലിയ മനക്ലേശങ്ങളൊന്നും ഇല്ലാതെ സന്തോഷകരമായൊരു കുടുംബജീവിതവും ഈ സമയത്ത് നയിക്കാൻ സാധിക്കും. എക്കാലത്തെയും ആഗ്രഹമായ വിദേശ ജോലി എന്ന വിലമതിക്കാനാകാത്ത ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം കൂടി ഈ സമയത്ത് ഉണ്ടാകും. യാത്രകളിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരാനും ചെറിയ തോതിലുള്ള ധനനഷ്ടത്തിനും കാരണമാകുകയും ചെയ്യും. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനത്തിനുള്ള ഫലം ലഭ്യമാകുന്നതിൻ്റെ ആദ്യ ചലനങ്ങളും വരും ദിവസങ്ങളിൽ തന്നെ ദൃശ്യമാകും. കലാകായിക സാഹിത്യ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരുന്നതിൻ്റെ തുടക്കവും ഉണ്ടാകുന്നതാണ്. ശാസ്ത്ര മേഖലയിൽ ഉള്ളവർക്ക് മനസ്സംതൃപ്തി വർദ്ധിക്കുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് എല്ലാ ആഴ്ചയിലെയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കാനും ഭാഗവതം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഭക്തിസാന്ദ്രമായിട്ട് പാരായണം ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മകയിരം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. ഇവർ ഏറെക്കാലമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തലയിലെയും ശരീരത്തിൽ മുഴുവനായിട്ടും ഉള്ള വേദനകൾ ഈ 21 ദിവസത്തിനുള്ളിൽ തന്നെ ശമനം കണ്ടു തുടങ്ങുന്നതാണ്. രോഗികൾക്ക് അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മാറ്റി ചികിത്സ ലഭിക്കുകയും രോഗമുക്തിക്കും സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വിദേശയാത്രയ്ക്കായിട്ട് തുടർ പഠനത്തിനായിട്ടും ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങിത്തുടങ്ങും. വൈവാഹിക ബന്ധങ്ങൾ, ദാമ്പത്യം എന്നിവ കെട്ടുറപ്പോടെ നിലനിൽക്കാൻ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടതാണ്. വ്യവസായികൾക്കും കച്ചവടക്കാർക്കും അപ്രതീക്ഷിത സാമ്പത്തിക ലാഭങ്ങൾ വന്നു ചേരും. പുതിയ ഗൃഹനിർമ്മാണത്തിനും ആലോചിക്കാവുന്നതാണ്. കാലങ്ങളായി കർമ്മതടസ്സം നേരിട്ടവർക്ക് തൊഴിൽ ലഭ്യത ഉണ്ടാകും. സ്ഥാനക്കയറ്റങ്ങൾക്കും ശ്രമിക്കാവുന്നതാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കും. ശരീരത്തിൽ രോഗഭീതി വരുമെങ്കിലും അത് സുഖപ്പെടും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സന്താനങ്ങളുടെ വിവാഹ ആലോചനകൾ വരുമ്പോൾ നല്ല രീതിയിൽ തീരുമാനം എടുക്കുക. എല്ലാം അന്വേഷിച്ച ശേഷം മാത്രമായിരിക്കണം ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കാനുള്ള സാധ്യതകളും ഇവരിൽ കൂടുതലാണ്. ഇവരും ദോഷപരിഹാരമായിട്ട് ഗുരുവാര വ്രതം അനുഷ്ഠിക്കുന്നത് ഏറെ ഗുണം ചെയ്യും. അതല്ലെങ്കിൽ ശനിയാഴ്ച വ്രതം അനുഷ്ഠിച്ച് യഥാക്രമം വിഷ്ണു ഭജനം, ശനീശ്വര ഭജനം എന്നിവ ചെയ്യുക.
ശനിയാഴ്ചകളിൽ ഗൃഹത്തിൽ ഒരു എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി തിരുവാതിര നക്ഷത്രക്കാരെക്കുറിച്ചൊന്ന് പറയാം. അവർക്കും അടുത്ത 21 ദിവസം വിലമതിക്കാനാകാത്ത പല നേട്ടങ്ങളും നേടാനായിട്ട് സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ്. പൊതുവെ നല്ല സമയമായതുകൊണ്ട് ഇവർക്ക് എല്ലാ പ്രതിസന്ധികൾക്കും അയവുകൾ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവരെ തേടിയെത്തുകയും ചെയ്യും. കുഞ്ഞുങ്ങളിൽ അസുഖങ്ങൾ സുഖപ്പെടാനും വിദ്യാർത്ഥികളിൽ പഠന മികവിനും സാധ്യത കാണുന്നുണ്ട്. വാഹനങ്ങളിൽ നിന്നുള്ള ചെറിയ അപകടങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് മാത്രം അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. ചെറിയ മക്കളിലെ നാവേറുകളും നീർദോഷം പോലുള്ള പ്രശ്നങ്ങളും കാരണം സമാധാനമായിട്ടിരിക്കാൻ സാധിക്കാത്ത കുറച്ച് ദിവസങ്ങൾ കൂടി ഇതിനിടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. നേരിയ കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ട വലിയ ലാഭങ്ങൾ ഇരട്ടിയായിട്ട് തിരിച്ചു പിടിക്കാൻ ഈ 21 ദിവസത്തിനുള്ളിൽ സാധിക്കും. ധനപരമായിട്ടും വസ്തുവകകൾ ഹേതുകവുമായിട്ടുള്ള നിയമ പോരാട്ടങ്ങളിൽ ഈ ദിവസങ്ങൾ വിജയസാധ്യത ഇവർക്കൊപ്പമായിരിക്കും. വിദ്യാർത്ഥികളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. വലിയ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഉദ്യോഗാർത്ഥികൾ കൂടുതൽ അവസരങ്ങൾക്കായിട്ട് കാത്തു നിൽക്കാതെ കർമ്മനിരതരായി ലഭ്യമായ തൊഴിലുകൾ നല്ലപോലെ ആത്മാർത്ഥമായി ചെയ്യുകയും മനസ്സിൽ ആഗ്രഹിച്ചതായ കർമ്മത്തിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക. വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക്, തുളസിമാല, പായസം എന്നിവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പൂരം നക്ഷത്രക്കാരെയും 21 ദിവസങ്ങളിൽ കാത്തിരിക്കുന്ന വിലമതിക്കാനാകാത്ത നേട്ടങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. ഇവർക്ക് അപ്രതീക്ഷിതമായൊരു സ്വത്ത് ലഭിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. അത് സഹോദരങ്ങളിൽ നിന്നായിരിക്കാനാണ് സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ കർമ്മസമ്മതമായിട്ടുള്ള ഉയർച്ചകളും ലഭിക്കുന്ന സമയമാണ്. പാരിതോഷികങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിൽ, രേഖാപരമായ കാര്യങ്ങളിൽ ഒക്കെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ കാണുവാനും സന്തോഷം പങ്കുവെക്കുവാനും ഈ ദിവസങ്ങളിൽ സാധ്യതകൾ കൂടുതലാണ്. നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കുന്നത് ഇവർക്ക് ഏറെ സന്തോഷകരമാകും. യാത്രകൾ ശുഭവും ഫലപ്രദവും ആകും. കർഷകർക്കും കലാകാരന്മാർക്കും പൊതുവെ മെച്ചപ്പെട്ട ഫലങ്ങൾ ഉണ്ടാകും. മുടങ്ങി നിൽക്കുന്ന വിദേശയാത്രകൾ തടസ്സങ്ങൾ നീങ്ങി നല്ല രീതിയിൽ ശുഭമായിട്ട് നടക്കും. കാലുകൾക്കും ഉദരത്തിനും അനുഭവപ്പെടുന്ന ചെറിയ അസുഖങ്ങളും വേദനയും ശമനം കണ്ടു തുടങ്ങും. ആയുധങ്ങൾ, മറ്റ് ഇരുമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ, യന്ത്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതെ ഒന്ന് ശ്രദ്ധിക്കണം. പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കുവാനോ വാങ്ങുവാനോ പറ്റിയ സമയമാണ്. ധനവിനിയോഗം കാര്യക്ഷമവും ശ്രദ്ധാപൂർവവും ആക്കുവാൻ ഒന്ന് ശ്രമിക്കണം. ഈ 21 ദിവസത്തിനുള്ളിൽ പ്രണയിക്കുന്നവർക്ക് ഇഷ്ടപ്രാപ്തിക്കും സാധ്യത കാണുന്നുണ്ട്. ഇത് ഏറെ സന്തോഷകരമാകും. ഇവരുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി വരും ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുക. ഭാഗവതം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും പാരായണം ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നോക്കാം അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ച്. അത്തം നക്ഷത്ര ജാതകർക്ക് ഈ 21 ദിവസത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നൊരു സമയമാണ്. പൊതുവെ ഈശ്വരാധീനം കൂടി ഉള്ളൊരു സമയമായതുകൊണ്ട് കാര്യങ്ങൾ എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ഇവർക്ക് നടന്നു കിട്ടും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് ഇവർക്ക് നല്ലതാണ്. ഇനി അങ്ങോട്ട് 21 ദിവസത്തിനുള്ളിൽ പങ്കെടുക്കുന്ന മത്സര പരീക്ഷകളിലും തൊഴിൽ അന്വേഷണങ്ങളിലും ഇവർക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കാനും നഷ്ടപ്പെട്ട വിലപിടിപ്പുള്ള വസ്തുക്കൾ തിരികെ വരുന്നതിനും ഉള്ള വഴികൾ തുറന്നു കിട്ടും. ഇവർ ഈ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ലോട്ടറി പരീക്ഷണം നടത്തിയാൽ ഒരു സമ്മാനം ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കുഞ്ഞുങ്ങളിൽ രോഗങ്ങളും മറ്റ് ശാരീരികവും മാനസികവുമായ വൈഷമ്യങ്ങളും ധാരാളമായി ഉണ്ടാകുമെങ്കിലും അതിനെ ഓർത്ത് ഭയപ്പെടേണ്ടതില്ല. വാഹനങ്ങൾ, നാൽക്കാലികൾ എന്നിവയെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കേണ്ട ഒരു സമയമാണ്. കൂട്ടുകച്ചവടത്തിൽ തെറ്റുധാരണകൾ ഉണ്ടാകാനും അത് വലിയ നാശനഷ്ടങ്ങൾക്കും ഇടവരുത്താൻ സാധ്യതയുള്ളതുകൊണ്ട് തെറ്റുധാരണകൾ പറഞ്ഞു തീർക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം.
ഗൃഹനിർമ്മാണത്തിനും ഭൂമി സംബന്ധമായ കൊടുക്കൽ വാങ്ങലുകൾക്കും പറ്റിയ സമയം തന്നെയാണ്. ഇവർ ദോഷശാന്തിക്കായിട്ട് നിത്യേന നാമജപം നടത്താനും രാമനാമം, പഞ്ചാക്ഷരി മന്ത്രം എന്നിവ ജപിച്ച് ശിവഭഗവാനെയും ശ്രീരാമസ്വാമിയെയും പ്രീതിപ്പെടുത്താനും ഒന്ന് ശ്രദ്ധിക്കുക.